ഇനി വരാൻ പോകുന്നു അഹാന വൈഷ്ണവി. എവിടെയാ വീട്? പാലക്കാട്. ഇവിടെ പഠിക്കുകയാണ്? അല്ല, ഫാക്കൽറ്റിയാണ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറുമാണ് അഹല്യ ഗ്രൂപ്പിന്റെ. BDM-ആണ്. അതെ. പഠിച്ചതൊക്കെ എന്താ? ബിടെക്കും MBA. എവിടെയാ ബിടെക് കഴിഞ്ഞ്? നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്റർ. MBA IIT റൂർക്കി. IIT റൂർക്കി. ഇവിടെ MBA സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നു. ഓ, എന്താണ് വിഷയം ഇവിടെ? മാർക്കറ്റിംഗ്, ഇന്റർനാഷണൽ ബിസിനസ്, ട്രാൻസാക്ഷണൽ അനാലിസിസും ഒക്കെ ഉണ്ട് കുറച്ച്. ശരി. അഹാന മത്സരിക്കാൻ റെഡി. റൂർക്കി IIT-യിൽ നിന്ന് പഠിച്ചിറങ്ങിയ മിടുക്കിയായ അഹാനയോടൊപ്പം ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. ബിടെക് എന്തായിരുന്നു ട്രേഡ്? ഇൻഫർമേഷൻ ടെക്നോളജി. അഹാന വിചാരിച്ച വ്യക്തിക്ക് IT-യുമായി ബന്ധപ്പെട്ട വ്യക്തിയാണോ? ഇല്ല. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇന്ത്യൻ? അല്ല. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? അല്ല. അമേരിക്കൻ ഓർഡിനൻസ്? PSC? രാഷ്ട്രീയം, കലാ, സാഹിത്യം? ഇല്ല. 50 വയസ്സിന് മുകളിൽ പ്രായം? ബിസിനസ് മാനേജ്മെന്റ്? അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. സ്പോർട്സ്, ശാസ്ത്രം, ഉദ്യോഗം? സ്പോർട്സ്? അല്ല. ഫിസിക്സ്, കെമിസ്ട്രി? അല്ല. IT, മാത്തമാറ്റിക്സ്, മെഡിക്കൽ സയൻസ്? അല്ല. ബയോളജിക്കൽ സയൻസസ്? അല്ല. സയൻസ് തന്നെയാണ്. സോഷ്യൽ സയൻസ് ആണ്? ഫേമസ് അതിനല്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ല, സോഷ്യൽ സയൻസും അല്ല. എന്താണ് സോഷ്യൽ സയൻസ്? അതിലേക്ക് പറയാം. സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ സൈക്കോളജി, ആന്ത്രപ്പോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി ആണ്. ഈ സോഷ്യൽ സയൻസിൽ ഒന്നിൽ തന്നെയാണോ പ്രധാനം? 16 ചോദ്യങ്ങൾ രാജശ്രീ. പ്രസന്റ് ഗവൺമെന്റിന്റെ എക്കോണമിക് നയങ്ങളെ അനുകൂലിക്കുന്ന ആളാണോ? വിമർശിക്കുന്ന ആളാണോ? ഓക്കെ, ഫൈൻ. ഡൊണാൾഡ് ട്രംപ് ഈ വർഷാദ്യത്തിൽ മാധ്യമരംഗത്തെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ വന്ന ഏറ്റവും മോശപ്പെട്ട 3 കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ ആയി ആരോപിച്ച 3 പേര്. ആ കൂട്ടത്തിലൊരാളാണ്? അല്ല. എന്നാൽ ട്രംപിന്റെ വിമർശകനുമാണ്. നയങ്ങളുടെ വിമർശകനാണ്. അതാണല്ലോ. കറന്റ് ഗവൺമെന്റിന്റെ നയങ്ങളുടെ വിമർശകനാണ്. ബെസ്റ്റ്സെല്ലർ റൈറ്റർ ആണോ അയാള്? അയാൾ പ്രശസ്തമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണോ? അതിപ്രശസ്തം പറയാൻ പറ്റില്ല, ബുക്സ് ഉണ്ടെന്ന്. ഈ പറഞ്ഞ ടോപ്പിക്സിനെ കുറിച്ചൊക്കെ ഉണ്ട്. അത് എക്കണോമിക് ബുക്സ് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഇന്റർനാഷണൽ വേൾഡ് എക്കോണമിയുമായി ബന്ധപ്പെട്ട, ലോക സാമ്പത്തിക അവസ്ഥയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ. ഇതാണ് കൾച്ചറൽ എക്കണോമിക്സുമായിട്ട് ബന്ധമുണ്ടോ? സാംസ്കാരിക വാണിജ്യവുമായി? അത് തന്നെ. അത് പ്രശസ്തമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല എന്നെങ്ങനെ പറയുന്നത്? കൾച്ചറൽ എക്കണോമിക്സിന്റെ വക്താവ് തന്നെയാണ് അല്ലേ? ആളത് തന്നെ. അതുപോലത്തെ ഒരു 2-3 പേരുണ്ട്. അല്ല, ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളുടെ വിമർശകനാണെന്നല്ലേ പറഞ്ഞത്? ഈ കറന്റ് ഗവൺമെന്റിന്റെ നയങ്ങളുടെ വിമർശകനാണ്. എക്കണോമിക് റിഫോംസിന്റെ, പുതിയ റിഫോംസിന്റെ വിമർശകനാണെന്നല്ലേ പറഞ്ഞത്?
റീചാർജ്ഡ്. അല്ല അല്ല പറയൂ. ടൈലർ കോവൻ. ടൈലർ കോവൻ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. ടൈലർ കോവന്റെ റീചാർജ്, ചൈനയുടെ കുറിച്ചൊരു ഇത് എഴുതിയിട്ടുണ്ട്. ചൈനയെ കുറിച്ച് എഴുതിയ പുസ്തകം അത് തന്നെ. റീചാർജ് എന്നല്ലേ എന്റെ അല്ല, അത് അമേരിക്കൻ ഇക്കോണമിയെ കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ദ യൂത്ത് ഹാസ് ടു റീചാർജ്. ടൈലർ കോവൻ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന റൈറ്ററാണ്, ചർച്ച ചെയ്യപ്പെടുന്ന എക്കണോമിസ്റ്റ് ആണ്. മാത്രമല്ല ഈ കൾച്ചറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ന്യൂ ഏജ് എക്കണോമിക്സ് ആണ്. കൾച്ചറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു വളരെ ന്യൂ ഏജ് ആയിട്ടുള്ള എക്കണോമിക്സ് ആണ്. അതിന്റെ ഒരു പോസ്റ്റർ ബോയ് തന്നെയാണ് കറന്റ് അമേരിക്കൻ ഒരു പോസ്റ്റർ ബോയ് തന്നെയാണ്. പോസ്റ്റർ ബോയ് ആണ്. അമേരിക്കയിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണ് ടൈലർ കോവൻ പ്രസിദ്ധനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ വിമർശിച്ച് ലേഖനങ്ങൾ എഴുതി ലോകശ്രദ്ധ നേടി. ഈ നൂറ്റാണ്ടിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ പട്ടികയിൽ ഇടം നേടി. ടൈലർ കോവനും ഒരു ഇസ്രയേലി റൈറ്റർ ഉണ്ടായിരുന്നു. ഈ രണ്ടാളുകളെയും കുറിച്ച് ഞാൻ ഒരു ദിവസം വായിക്കാൻ വേണ്ടി യുവൽ നോവ ഹരാരി മാനേജ്മെന്റ് അല്ലേ, മോട്ടിവേഷണൽ റൈറ്റർ ആണ്, മാനേജ്മെന്റ് റൈറ്റർ, സൈക്കോളജിയാണ്. അയാൾ പേഴ്സണൽ മാനേജ്മെന്റ് PM അല്ലേ, ഹരാരി. കറക്റ്റ്. കോവനും ഹരാരിയുമാണ് ഇപ്പൊ പോസ്റ്റർ ബോയ്സ് ആണ് കേട്ടോ വെസ്റ്റേൺ വേൾഡിന്റെ. ഹരാരിയും കോവനും പോസ്റ്റർ ബോയ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇവരെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ വായിക്കാൻ വേണ്ടി ഞാനൊരു 1.5 മാസം മുമ്പ് ഞാൻ എടുത്തതാണ്. വായിച്ചില്ല, ഒന്നും മറിച്ചു നോക്കിയിട്ട് ഞാനതങ്ങ് വായിച്ചു. അപ്പോൾ ആലോചിക്കണമായിരുന്നു ഇതിനൊരു അടി കിട്ടാൻ പോകുന്നു. ഗുഡ്. You deserve a prize. Congratulations. North Republicന്റെ സമ്മാനമുണ്ട്. Thank you so much. It was really great meeting you. Thank you. It is a wonderful game with you. Thank you. George Thomas, വരൂ. എന്ത് ചെയ്യുന്നു ജോർജ്? ഞാനിവിടെ MBA കോളേജിലെ ഫാക്കൽറ്റിയാണ്. എന്താണ് വിഷയം? കോർപ്പറേറ്റ് സ്ട്രാറ്റജി. ഓ, ആരാണ് താങ്കളുടെ മോസ്റ്റ് ഫേവറേറ്റ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി? കുറേ പേരുണ്ട്, ബട്ട് അറ്റ് ദ മൊമെന്റ് ഐ തിങ്ക് ഇറ്റ് ഈസ് എലോൺ മസ്ക്. താങ്കൾ ആകാശത്തിലൂടെ കാർ ഓടിക്കുന്നതിന് സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു ട്രാക്കിൽ പോകുന്നതിൽ ഒരു മടിയും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ടെസ്ലയിൽ കയറിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അവരുടെ ഓഫീസിൽ പോയിട്ടില്ല. ബട്ട് ഞാൻ ചോദിച്ചത് ടെസ്ല വർക്കിൽ കയറിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കയറിയിട്ടില്ല. I got an opportunity last 2 weeks back. Yeah. But I didn't find anything special. Yeah, but it's actually a technology for the future. For time being, it might be okay. പക്ഷേ ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ obviously you're moving away from carbon and petrol and diesel. SpaceX ആരംഭിച്ചാലോ? തീർച്ചയായിട്ടും. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ജോർജ് തോമസിനോടൊപ്പം യാഗം. Indian? No. Is it a corporate? It's a corporate. No. It's a corporate. It's not Indian, but it's a corporate. Shall I tell you something? Yeah. The 10th fundamental duty of the Indian Constitution. Yeah. എന്ന് പറയുന്നത് each and every individual should strive the best of his excellence in various spheres. Yeah. ഓരോ മനുഷ്യനും അവനവന്റെ കഴിവിന്റെ പ്രതിഭയുടെ മേഖലകളിൽ ഏറ്റവും നന്നായി, ഏറ്റവും കഴിയുന്നത്ര നന്നായി പെർഫോം ചെയ്ത് വിജയം കൈവരിക്കണമെന്നും thus for the society and the nation എന്ന് പറയുന്നു. Mr. George Thomas, do you think that you have done good or you have done the best now? I mean, I couldn't follow you. Because കോർപ്പറേറ്റ് ആണോ എന്നായിരുന്നു എന്റെ ആദ്യത്തെ ചോദ്യം. അല്ല, ഞാൻ കേട്ട അല്ലേ? അല്ല, I heard your first question as is he Indian? Indian എന്ന് ചോദിച്ചു. നോ എന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ എന്താ ചോദിച്ചു? കോർപ്പറേറ്റ് ആണോ എന്ന് ചോദിച്ചു. കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ what it means is that is he coming from the Okay. And what was your answer? Yes. My first question. Yes, would have been a good answer, very good answer. You said he is a corporate. കോർപ്പറേറ്റ് ആണോ എന്ന എന്റെ ചോദ്യത്തിന് പുരുഷനാണോ എന്നുള്ള ഉത്തരം ഈസ് എന്ന് പറയുന്നത് വഴി ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന ഉത്തരം വരെ താങ്കൾ തന്നു. Do you think that is a brilliant move? Well, അങ്ങനെ നമ്മൾ
പീസ് ബൈ പീസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ല, ഈ ഗെയിമിന്റെ സ്വഭാവം അനുസരിച്ച് എസ് ഓർ നോ മാത്രം പറയാൻ പറയുന്നത് 21 ചോദ്യങ്ങൾക്കുള്ളിൽ ഞാൻ ആളിനെ കണ്ടെത്താൻ വേണ്ടിയാണ്. ഇതിപ്പോ ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പോൾ താങ്കൾ എനിക്ക് 6 ചോദ്യങ്ങളുടെ ഉത്തരം തന്നു കഴിഞ്ഞു. ഇന്ത്യൻ എന്ന് ഞാൻ ചോദിച്ചു, അതെ. അപ്പോൾ താങ്കൾ നോ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി നിങ്ങൾ കോർപ്പറേറ്റ് സ്റ്റഡീസിന്റെ ആളായതുകൊണ്ട് കോർപ്പറേറ്റ് ആണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ യെസ് എന്ന് പറയുന്നതിന് പകരം താങ്കൾ ഹീ ഈസ് എ കോർപ്പറേറ്റ് എന്ന് പറയുന്നത് വഴി പുരുഷനാണോ എന്ന് ഇനി ഞാൻ ചോദിക്കണ്ട, ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഇനി ഞാൻ ചോദിക്കണ്ട. മേ ബി അതിന്റെ ഒരു സ്ലാങ് യൂസേജ് ആയിരിക്കും. അല്ല, എന്നാലും അത് ഒരു സ്ത്രീയാണെങ്കിൽ എന്തായാലും താങ്കൾ ഹീ എന്ന് പറയില്ലല്ലോ. സോ ദാറ്റ് വാസ് a bit of carelessness, right? Yeah, it could be, yes. It could be. അപ്പോൾ ട്രാപ്പാണോ ഇനി അത്? എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം അതൊരു ട്രാപ്പായിരുന്നു എന്നല്ലേ. അതാണ് ജെനുവിനിറ്റി. അല്ലാതെ അദ്ദേഹത്തിന് പറ്റിയ അബദ്ധമാണെങ്കിൽ പോലും അതിനെ ഞാൻ എനിക്ക് മേക്ക് യൂസ് ചെയ്യുന്നത് മര്യാദയല്ലല്ലോ. പുരുഷൻ അതെ, അതെ. അപ്പൊ ട്രാപ്പല്ല. ജീവിച്ചിരിപ്പുണ്ടോ? അതെ. സോ ഹി ഈസ് എ കോർപ്പറേറ്റ്. അമേരിക്കൻ? നോ. നോ, അമേരിക്കൻ കോണ്ടിനൻസ് അല്ല. നോ. കാർലോസ് സ്ലിമിലും ബാരൻ ബുഫയിലും തുടങ്ങുന്ന ആരും അല്ല. അപ്പോ നോ. യൂറോപ്യൻ? നോ. ഓസ്ട്രേലിയൻ? നോ. ഏഷ്യനോ? യെസ്. ഇസ്ലാമിക് കൺട്രീസ്? നോ. ജാപ്പനീസ് ഓർ കൊറിയൻ? നോ. 10 ചോദ്യങ്ങൾ യജ്ഞം. സ്വന്തം രാജ്യത്തിൽ തന്നെയാണോ അയാളുടെ പ്രവർത്തന മേഖല? പ്രധാനമായും ഹെഡ്ക്വാർട്ടേർഡ് അറ്റ് ഹിസ് കൺട്രി? യെസ്, ഹെഡ്ക്വാർട്ടേഴ്സ് അതെ ആണ്. അതെ. ഞാൻ ചോദിച്ചത് അല്ലാതെ റൂട്ട്സ് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ റൂട്ട്സ് ഉള്ള അമേരിക്കൻ ബിസിനസ്മാൻ ഒന്നും അല്ലല്ലോ. അല്ല അല്ല അല്ല. അല്ല. ചൈനീസ്? യെസ്. ചൈനീസ് കോർപ്പറേറ്റ്. സോ ഈസ് എ ബിസിനസ്മാൻ. യെസ്. അയാൾ അപ്പൊ പ്രോ ഗവൺമെന്റിലാണോ? യെസ്. പ്രോ ഗവൺമെന്റിലാണ്. യെസ്. ഈസ് എ കമ്മ്യൂണിസ്റ്റ്? യെസ്. Telecommunication? Yes. Whether his company was accused of espionage by the government of India? അദ്ദേഹത്തിന്റെ കമ്പനി ഇന്ത്യ ഗവൺമെന്റ് എപ്പോഴെങ്കിലും എസ്പയനേഷന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ കമ്പനി എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. കാര്യം മിക്കവാറും എല്ലാ ചൈനീസ് കമ്പനീസിനെയും ഇന്ത്യ എസ്പനേഷന്റെ ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ കമ്പനി എസ്പയനേഷന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള കമ്പനിയാണോ? ടെലികമ്മ്യൂണിക്കേഷൻ ആണെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഉണ്ട്, പക്ഷെ മേജർ അലിഗേഷൻസ് വന്നിട്ടില്ല. ഉണ്ട്, ആ പട്ടികയിൽ വരുന്നുണ്ട്, പക്ഷെ മേജർ അലിഗേഷൻസ് വന്നിട്ടില്ല. അപ്പൊ ഇവിടെ ആ ആരോപണം ഉണ്ടാക്കി ബാൻ ചെയ്തിട്ടില്ല. നോ. 16 ചോദ്യങ്ങൾ രാജസൂയം. It's a mobile phone group? It's a huge conglomerate. അതിന്റെ ഒരു ഭാഗം മൊബൈൽ ഫോൺ. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മൊബൈൽ ഫോൺ ആണോ? No, not the main business. It's not mobile. No. Sir, not the main. അല്ല. Not the main. അയാളുടെ പ്രസ്ഥാനം is accepted in US? Yes. അയാളുടെ ബിസിനസ് കോർപ്പറേറ്റ് ബിസിനസ്സിന് സ്പോർട്സ് ഐറ്റംസ് വരുന്നത്. They are big sponsors. പക്ഷേ again, I have to tell you, കാര്യം എല്ലാ ചൈനീസ് കമ്പനീസും ആണ് ഇപ്പോൾ ഈവൻ വേൾഡ് കപ്പ് ആണെങ്കിൽ പോലും സ്പോൺസർ ചെയ്യുന്നത്. അവരുടെ ഒരു കോർ ബിസിനസ് എന്ന് പറയുന്നത് സ്പോർട്സ് പ്രൊമോഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവർ ദേ പ്രൊമോട്ട് എവറിത്തിങ്. ദേ പ്രൊമോട്ട് ബിഗ് ടൈം. ഈവൻ വേൾഡ് കപ്പ് ഫുട്ബോൾ വരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്റെ ചോദ്യം, വേൾഡ് കപ്പ് ഫുട്ബോൾ വരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? അതെ. 20 പേരിന്റെ ഏതെങ്കിലും ഭാഗം 6 ആരംഭിക്കുന്നുണ്ടോ നിങ്ങൾ വിചാരിച്ച ആളുടെ? അതെ.
And you think that it was not banned in India? Well, it was banned, but all the products are available at the moment. ഇന്ത്യ ഗവൺമെന്റ് അത് ബാൻ ചെയ്തിട്ടില്ല എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയാണ് താങ്കൾ പറഞ്ഞത്. അല്ല, എനിക്ക് മനസ്സിലായി. ഐ അണ്ടർസ്റ്റുഡ് യുവർ ക്വസ്റ്റ്യൻ വെരി വെൽ. പക്ഷേ ഇഫ് ഇറ്റ് വാസ് ബാൻഡ്, എല്ലാ പ്രോഡക്ട്സും പിന്നെ എങ്ങനെ നമുക്ക് കടയിൽ ഇവിടെ കിട്ടുന്നത്? എന്താ പറയുന്നത്? ഞാൻ ചോദിച്ചത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് ബാൻ ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, ബാൻ ചെയ്ത് കാണും ഒരു 5 വർഷം മുമ്പ്. പക്ഷേ ഇപ്പം അറ്റ് ദ മോമെന്റ് ദ ബാൻ ഈസ് നോട്ട് ഇൻ എക്സിസ്റ്റൻസ്. അതായിരുന്നില്ലല്ലോ സാർ ഞാൻ ചോദിച്ചത്. സാർ ബോധപൂർവ്വം എന്നെ വഴിതെറ്റിക്കാൻ വേണ്ടി റോങ് ആൻസർ പറഞ്ഞതല്ലേ? അല്ല, അതല്ല. ഇപ്പം താങ്കൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഈവൻ US-ന്റെ അമേരിക്കയുടെ കാര്യം ചോദിച്ചായിരുന്നു. ഇവൻ അമേരിക്കയിൽ ബാൻഡ് അല്ലേ? പക്ഷെ അത് എല്ലാ പ്രോഡക്ട്സും അവിടെ അവൈലബിൾ ആണ്. അപ്പൊ സെക്കൻഡ് കോസ്. ഇപ്പോ ഗുജറാത്തിൽ മദ്യം ലഭ്യമാണ്. പക്ഷേ ദാറ്റ്സ് എ ബൂട്ട്ലെഗിംഗ്. ദാറ്റ്സ് നോട്ട് ത്രൂ ദ ഒഫീഷ്യൽ ചാനൽ. ഗുജറാത്തിൽ മദ്യം ബാൻഡാണ്. അല്ല, പക്ഷെ അത് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ നമുക്ക് ഗുജറാത്തിൽ മദ്യം മേടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഒഫീഷ്യലായിട്ട് കടയിൽ കാശ് കൊടുത്താൽ ക്യാൻ ഗോ ആൻഡ് ബൈ എ മൊബൈൽ, ഈ പറയുന്ന ബ്രാൻഡിന്റെ ഒരു മൊബൈൽ ഫോണോ സെർവറോ എനിക്ക് മേടിക്കാൻ പറ്റും. അത് മാത്രമല്ല, അവരുടെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകളിലൊന്നും മൊബൈൽ ഫോൺ അല്ല എന്ന് ഹൗ കാൻ യു സേ? Sir, mobile. It is about to overtake Ericsson. Sir, yes, but അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബ്രാൻഡാണ് ഇപ്പോൾ അത്. എറിക്സൺ. നോ, ദിസ് പർട്ടിക്കുലർ ബ്രാൻഡ്. അല്ല, പക്ഷെ അവർക്ക് ദേ ഹാവ് ഹ്യൂജ് ബിസിനസ്. അല്ല, മൊബൈൽ ഫോൺ മാത്രം അവരുടെ പ്രധാന കോർ ബിസിനസ് എന്ന് പറയുന്നത്. ദിസ് പർട്ടിക്കുലർ ഇവരുടെ മൊബൈൽ ഫോൺ ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മൊബൈൽ ഫോണാണ്. രണ്ടാമത്തെ വരത്തില്ല. ആണ് സർ. Yes, sir. In terms of revenues ആണോ, in terms of numbers ആണോ? In terms of numbers. സെക്കൻഡ് ലാർജസ്റ്റ് തന്നെയാണ് സർ. ബട്ട് അവരുടെ ബിസിനസ് കമ്പയർ ചെയ്യുമ്പോൾ സർ, ഈ ലോകത്തിലെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എറിക്സൺ ആണ് ഒന്നാമത്തേത്. അത് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മൊബൈൽ ഫോണാണിത്. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? ഭാഷ? ഹിന്ദിയോ? English. No sir, you're wrong. Chinese? It is Mandarin. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ മാൻഡറിൻ ആണ്. ചൈനീസ് ഭാഷയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മൊബൈൽ ഫോൺ ഹ്യുവൈയുടേതാണ്. Anyway, that's actually new information. കാര്യം എനിക്കറിയാവുന്നിടത്തോളം ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഇറ്റ് സാംസങ് ആൻഡ് ദ സെക്കൻഡ് ഈസ് ആക്ച്വലി LG. അങ്ങനെയാണെങ്കിൽ എൻ്റെ അറിവിൻ്റെ എവിടെയോ സമാഹരിച്ച പിശകാണ്. എൻ്റെ അറിവിൽ ഞാൻ പഠിച്ചെടുത്തോളം 1 എറിക്സണും 2 ഹ്യുവൈയുമാണ് ലോകത്തിൽ ഏറ്റവും ആളുകൾ ഉപയോഗിക്കുന്നത്. I'm sure about Ericsson. Ericsson is way out of the market. ഇപ്പോ നമ്മൾ first one is Ericsson and the second is by number of. അല്ല, ഇപ്പം തന്നെ നമ്മുടെ ഇടയിൽ എത്ര പേർക്ക് എറിക്സന്റെ ഫോൺ ഉണ്ട്? You can have a look. ഒറ്റ ഒരു തറയിൽ കാണാം. I am speaking about the world, sir. No, എനിക്കറിയാം. Excuse me, ഒന്ന് ചെക്ക് ചെയ്യൂ. അതൊന്ന് നല്ലൊരു ആർഗ്യുമെന്റ് ആണ്. It's a good argument, അല്ലേ? എനിക്കറിയാവുന്നിടത്തോളം കാലം നമ്പർ 1 in terms of numbers സാംസങ്ങും in terms of revenue it's Apple. ഇതാണ് എനിക്കറിയാവുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ്സ്, ടോപ്പ് 3 ബ്രാൻഡ്സ് ഏതൊക്കെയാണ് സർ? ഏതാ മൊബൈൽ ഫോൺ? അല്ല, എന്തിലും ഏറ്റവും ഇറ്റ് കുഡ് ബി നൈക്കി ആയിരിക്കും. അല്ല, ഇറ്റ് കുഡ് ബി സാംസങ് ആയിരിക്കും. അല്ല, പക്ഷേ മൊബൈൽ ഫോൺ ഐ എം ഷുവർ ഇൻ ടേംസ് ഓഫ് ബ്രാൻഡ് ഇറ്റ്സ് കൊക്കോകോള, ബഡ്വൈസർ ആൻഡ് മാൽബറോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മാൽബറോ. ആൾക്കാരെല്ലാരും സിഗരറ്റ് വലി നിർത്തിയപ്പോഴും മാൽബറോ പീപ്പിൾ ആർ സ്പീക്കിംഗ്. വെരി സർപ്രൈസിംഗ്. ഇത് എനിക്കും പുതിയൊരു ഇൻഫർമേഷൻ ആണ്. ബട്ട് ഐ എം ഷുവർ ചെക്ക് ചെയ്യൂ. ഹ്യുവയെ കുറിച്ച് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ എറിക്സനെ കുറിച്ച് സെർച്ച് ചെയ്യൂ. എന്റെ അറിവ് എറിക്സനെ ഓവർടേക്ക് ചെയ്ത് ഒന്നാമതായോ ഇല്ല. എറിക്സന് തൊട്ട് പിന്നിൽ രണ്ടാമതാണ് ഹ്യുവെ ഇപ്പോഴും എന്നാണ് എന്റെ ധാരണ. So first is Samsung. 2018 Q1 it is Samsung. Second is Apple. Perfect. Number of telecommunication instruments. Sir, handset or telecommunication instruments? Telecommunication instruments. So, telecommunication instruments it is Huawei, but handset specific it is Samsung. Samsung and Apple. Sir, telecommunication. Which is the biggest telecommunication producer? Sir, telecommunication products ഉണ്ട്. Products Huawei is the world first. World first ആണോ സെക്കൻഡ് ആണോ? എറിക്സൺ അല്ലേ വേൾഡ് ഫസ്റ്റ്? Huawei ആണ് സർ. ഹാൻഡ്സെറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് സാംസങ് ആണോ? തേർഡ് ഈസ് Huawei. ഹ്യുവേക്കാൾ മുകളിലാണ് ഹാൻഡ്സെറ്റിൽ സാംസങ്ങോ? സാംസങ്, ആപ്പിൾ, Huawei. സർ ഹാൻഡ്സെറ്റിന്റെ ഓർഡറിൽ ഹാൻഡ്സെറ്റിന്റെ പ്രോഡക്ട്സ് മൊത്തം പ്രോഡക്ട്സ് Huawei. അത് ശരി, അതെനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അല്ല സർ, അതുപോലെ ഇന്ത്യയിലുള്ള
ഒരുവിധം എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും യൂസ് ചെയ്യുന്നത് ഹുവാവയാണ്. ഓക്കെ, ഇറ്റ്സ് 2018. യെസ്. ദാറ്റ്സ് എ ഗുഡ് ഇൻഫർമേഷൻ. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി എനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. ദെൻ പ്ലീസ് യു ആർ ദ വിന്നർ. ടെൽ മീ ദ ആൻസർ. You can win the game. No, I mean, yeah, obviously, പറഞ്ഞ പേഴ്സൺ പ്രദീപ് പറഞ്ഞ വ്യക്തി തന്നെയാണ്. പറഞ്ഞോളൂ. No, It's actually the founder as well as the president of Huawei, Ren Zhenzai. അയാളെയാണ്. അതിലും എനിക്കൊരു സംശയം കൂടിയുണ്ട്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു സംശയം ഈ റെൻ സെങ്സായിയുടെ കാര്യത്തിലുള്ള രണ്ടാമത്തെ സംശയം. ആ കമ്പനിയുടെ ഉടമസ്ഥ, അതിന്റെ പ്രസിഡന്റ്, ദ ചെയർപേഴ്സൺ ഓഫ് ദ കമ്പനി അയാളുടെ ഭാര്യയല്ലേ? അയാളുടെ മകളാണ്. It's a daughter. ഡോട്ടറാണ്. ഇയാൾ ഡെപ്യൂട്ടി അല്ലേ? He's actually the president. പക്ഷേ അതിന്റെ മകളെ ഇപ്പൊ CFO. എന്റെ ധാരണ ഇയാൾ വൈസ് ചെയർപേഴ്സൺ ആണെന്നാണ്. He's the founder. He's the founder. ഫൗണ്ടർ അല്ല, ഇയാളുടെ പോസ്റ്റ് എന്താണ്? വൈസ് ചെയർമാൻ ഇല്ല, president. He's the president, right? നോക്കൂ, He's the deputy chairman of. ഡെപ്യൂട്ടി ചെയർമാൻ അല്ല, പ്രസിഡന്റ് എന്നുള്ള ഒരു ടൈറ്റിലും ഉണ്ട്. Yes. ആരാണ് അതിന്റെ ചെയർപേഴ്സൺ? So he's the founder and president of Huawei Technologies. അല്ല, that is when it was formed. ഇപ്പൊ അതിന്റെ ചെയർപേഴ്സൺ ആരാണ്? അവർക്ക് 3 റൊട്ടേറ്റിംഗ് CEOs ആണുള്ളത്. കാര്യം ഇതിനകത്തൊരു തമാശ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? I'll tell you, there is a political game in this. റെൻ കല്യാണം കഴിച്ചത് ചൈനയിലെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകളെയാണ് റെൻ കല്യാണം കഴിച്ചത്. റെൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ കോർപ്പറേറ്റ് മനുഷ്യൻ ചൈന എന്ന് പറയുന്ന രാജ്യത്തിൽ ഇപ്പോഴും അൾട്ടിമേറ്റായി അല്ലെങ്കിൽ ഒരു ഹീറോയായി നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ക് ബോൺ സപ്പോർട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടേതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് ഒരു വളരെ പ്രോമിനന്റ് ആയ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ലീഡറിന്റെ മകളാണ്. ഇതാണ് റെന്നിനെ കുറിച്ച് ഞാൻ പഠിച്ച ആർട്ടിക്കിൾ. ഇത് സ്വാഭാവികമായും എന്താ പറയാ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്ന വിമർശകർ, നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളടക്കമുള്ളവർ പലപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും വലിയൊരു ആരോപണം കൂടിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവിൻ്റെ മകളെ വിവാഹം കഴിച്ചത് കൊണ്ട് റെൻ എന്ന കുത്തക മുതലാളി ചൈനയിൽ വ്യവസായ സാമ്രാജ്യത്തിന് അധിപനായി എന്നൊരു ആരോപണം ഉയർത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ കമ്പനിയുടെ ചെയർപേഴ്സൺ ആര് എന്ന് നോക്കൂ എന്ന് പറഞ്ഞത്. റെങ് സെങ് ഹിഫി ചൈനയിലെ പ്രസിദ്ധനായ ബിസിനസ്സുകാരനും ഹുവാവെ ടെക്നോളജി സ്ഥാപക ചെയർമാനുമാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന മൊബൈൽ ഉപകരണങ്ങൾ ഹുവാവയുടേതാണ്. വെരി ഗുഡ് സെലക്ഷൻ. നല്ല സെലക്ഷൻ. താങ്ക് യു വെരി മച്ച് പ്രദീപ്. നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന വിജയിക്കുള്ള സമ്മാനം. താങ്ക് യു.